ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കിന്നൊരു സോയ വരട്ട് ഉണ്ടാക്കിയാലോ? ഇതുപോലത്തെ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടിട്ടുള്ള ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വരൂ. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോയ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുത്തതാട്ടോ, ഉപ്പിട്ടിട്ട്. പിന്നെ വേണ്ടത് ഉള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ മസാലകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തേങ്ങാക്കൊത്തും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട ശേഷം അത് മൂത്ത് വരുമ്പം ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് നന്നായിട്ട് മൂത്ത് വരണം. ഉള്ളി ഒരു ബ്രൗൺ കളർ വരെ ആവുന്ന വരെ നമ്മൾ ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് വേഗം മൂത്ത് വരും കേട്ടോ. ഇത്ര വാടിയാൽ പോരാ, ഇനി നന്നായിട്ട് വാടാനുണ്ട്. പിന്നെ ഇതുണ്ടാക്കുമ്പം അടി കട്ടിയായിട്ടുള്ള പാത്രം എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന് ടേസ്റ്റ് കൂടും. എനിക്ക് കർണാടകയിലാണ് ഞാനിപ്പോൾ ഉള്ളത്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഉരുളി പാത്രമൊന്നും കിട്ടാനില്ല. ഉള്ള പാത്രം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിലുണ്ടാക്കിയായിരിക്കും ഏറ്റവും ടേസ്റ്റും നല്ലതും. ഏകദേശം ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളിടാം. തീ സിമ്മാക്കിയിട്ട് നമുക്ക് മുളകും പൊടി 1 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി ഗരം മസാല, പിന്നെ ഇത്തിരി കുരുമുളക് പൊടി. മസാലകൾ ഇട്ട ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് മസാലകൾ നന്നായിട്ട് ഈ ഉള്ളിൽ പിടിച്ചിട്ട് ഒന്ന് മൊരിയാനുണ്ട്. മൊരിഞ്ഞിട്ട് വേണം നമുക്ക് ഈ സോയാബീൻ ഇടാൻ. ഇത് ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയ ഇട്ട് കൊടുക്കാം കേട്ടോ. സോയ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി മൂടി വെക്കാം കേട്ടോ. വെള്ളം അധികം ആവരുത്, ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. മൂടി വെച്ചിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. ഇത്രയും ആകുമ്പം തുറന്നിട്ട് വേണം വേവിക്കാൻ. അടിയിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. തീ കൂടരുത് കേട്ടോ. ഈ ഒരു പരുവാകുമ്പം നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ഇടാം കേട്ടോ. തക്കാളി ഇട്ടിട്ടുണ്ട്. ഇതിനി ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. ഇതിനി ഇളക്കി കൊടുത്ത് അടച്ച് വെക്കുമ്പോൾ ഈ തക്കാളി ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ. കണ്ടില്ലേ? ഇതിൻ്റെ വെള്ളം ഫുള്ളും വറ്റിയിട്ട് ഇതിൽ കിടന്നത് മൊരിയുമാണ് നമുക്ക് ആ ഒരു ബ്ലാക്ക് നിറത്തിൽ കിട്ടുന്നത്. ഇത് ടേസ്റ്റും കൂടുന്നത്. തീ എപ്പോഴും ലോയിലാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയും ആകുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ തേങ്ങാക്കൊത്തും നമ്മൾ ഉള്ളിയും എല്ലാം അതിൽ കിടന്ന് മൊരിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ലാണ്. ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് വേവായിട്ട് നമുക്ക് മല്ലീൻ്റെ ഇല ഇട്ടിട്ട് ഇറക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ കളറ് മാറിയത്? വീഡിയോയിൽ ഇത് എത്രത്തോളം കളർ ഉണ്ടെന്ന് അറിയില്ല. ഇതിനി നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ഇതിനെക്കാളും കുറച്ചുകൂടി ഡാർക്കാവും കേട്ടോ. ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.